ചേട്ടാ മഞ്ഞുമൽ കാണാൻ പോണ്ടേ? മഞ്ഞുമൽ ബോയ്സ് എനിക്ക് കാണണം. നമുക്ക് ഇന്ന് പോവാം. എന്നാ ഞാനൊരു സർപ്രൈസ് ഇത് പറയട്ടെ, സർപ്രൈസ് ആയിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. നമ്മൾ 5 പേരും കൂടെ ചേർന്നാണ് പോകുന്നത്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ പോകും, മഞ്ഞുമൽ കാണണം. അപ്പോൾ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. ഇനി പകുതി വെച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. സായി ഉണ്ട്, പപ്പു ചേച്ചി ഉണ്ട്. പപ്പു ചേച്ചി എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതിന്ന് ഞാൻ പരിചയപ്പെടുത്താം. ജാനി ഭയങ്കര ഉറക്കമാണ്. ജാനി നല്ല ഉറങ്ങി. ജാനി നല്ല ഉറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഹായ്, നല്ല രസമുണ്ട് കേട്ടോ. പെട്ടെന്നോ സമയമില്ല കേട്ടോ, ഇപ്പോൾ തന്നെ 5:30 6 മണിക്കാണ് ഷോ. നല്ല രസമില്ലേ? വെയിൽ കട്ടക്ക്. മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ വരൂ. ജാനി നല്ല ഉറങ്ങി. സൺ കിസ്ഡ് അല്ല, കരിക്കുവാണ് ആക്ച്വലി. സൺ ബേൺഡ് എന്ന് പറയുമായിരിക്കും. ഹൈലൈറ്റ് മുഖത്തിന് ഇടേണ്ട കാര്യമില്ല, കാരണം നല്ല ഹൈലൈറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. പല്ലത് മഞ്ഞല്ല, ഇത് വെള്ളയാ. വെള്ള കളർ. ഇതെന്ത്? ഹായ് ചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി ഇതാണ്. എൻ്റെ വ്ലോഗിൽ ചിലപ്പം തൊപ്പി കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ സമയമില്ല. പക്ഷേ പരിചയം കാണത്തില്ല ആർക്കും. ഇതാണ് ദേവിക. ഹായ് ദേവിക. ഹായ് അപ്പൂസ്. ഇതാണ് ഹർഷ്. അവന്റെ പേര് ഹർഷ്, ഞങ്ങളുടെ അപ്പൂസ്. ഇത് പപ്പു ചേച്ചി എന്നാണ് വിളിക്കുന്നത്. കുതിരവട്ടല്ല, ഇതാണ് പൂജപ്പുര പപ്പു. ഒരാളോട് ഭയങ്കര ഉറക്കം, സിനിമ കാണാൻ എന്നെ സമ്മതിക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. ഞാനിത് കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇത്രയും പ്രായത്തിൽ പിള്ളേരെ കൊണ്ടുപോകാമോ. അത് മാത്രമല്ല, കൈരളിയിലാണ് ഞങ്ങൾ പോകുന്നത്, തിരുവനന്തപുരം തമ്പാനൂർ. അപ്പോൾ അവിടെ ഒരു ക്രൈ റൂം എന്ന് പറഞ്ഞിട്ടൊരു ഫെസിലിറ്റി ഉണ്ട്. അതായത് കുഞ്ഞുങ്ങൾ, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കും, ആൾക്കാർ അറിയാം നിങ്ങൾക്ക് വട്ടാണ് വിട്ടാതിരുന്നു. ക്രൈ റൂം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരയുവാണെങ്കിൽ മറ്റുള്ള ഓഡിയൻസിന് ഡിസ്റ്റർബൻസ് ആകാതെ നമ്മൾക്ക് ഫീഡ് ചെയ്യാൻ കൊണ്ടുപോകാം. പക്ഷെ അവിടെ ഗ്ലാസ് വിൻഡോ ഉണ്ട്, അതുവഴി നമുക്ക് സിനിമ കാണാനും പറ്റും. പക്ഷെ അമ്മമാരെ മാത്രമേ അവിടെ കയറ്റത്തുള്ളൂ, അച്ഛന്മാരെ അവിടെ കയറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ടും കൂടിയാണ് പോകുന്നത്. പിന്നെ ഞാൻ ചോദിച്ച് മിക്കവാറും ആൾക്കാരെല്ലാം പറഞ്ഞു വളരെ കുഞ്ഞില്ല, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേരെയൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ റെഗുലർ ബേസിസിൽ ഇതൊന്നും ചെയ്യാത്ത, അതെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അത് കേടാണ്, ചെവിക്ക് ഹിയറിംഗ് പ്രശ്നം വരും. എത്ര വട്ടം പറയണ ചേട്ടാ, ഇത് ഈ വ്ലോഗ് തുടങ്ങിയപ്പോൾ മുതൽ പറയാം ഏത് സിനിമയാണെന്ന്. കാരണം ഇങ്ങനെ പറയാൻ കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും കാണാൻ പോവാണ്. കാരണം എൻ്റെ അനിയൻ ആദ്യം കണ്ടിട്ട് വന്നു, അവൻ കണ്ടിട്ട് വന്ന് ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് ഭയങ്കര ത്വര. അപ്പം ഞാൻ ചേച്ചിക്ക് മെസ്സേജ്, ഞാൻ ഇങ്ങനെ ഭയങ്കര വോയിസ് മെസ്സേജ്, ചേച്ചി കിടിലം. ജയ്ശേട്ടൻ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് യൂട്യൂബിൽ കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ടു, ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു. അപ്പം കാണാനൊരു ഭയങ്കര ആഗ്രഹം. അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ സിനിമ കാണാൻ പോവാണ് തിയേറ്ററിൽ വിത്ത് ജാനിയുടെ ആദ്യത്തെ സിനിമയാണ് കേട്ടോ മഞ്ഞുമൽ ബോയ്സ്. നിങ്ങൾക്ക് അഭിമാനിക്കാം. സായി കൊച്ചിനെ എണീപ്പിച്ചുകൊണ്ട് ഒരു അലവലാതി നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഈ ഡ്രസ്സോ എങ്ങനെ ഉണ്ടടാ? എനിക്ക് സായി പറയട്ടോ, ഇതെനിക്ക് സായി മാളവിക കൊണ്ടു തന്ന ഡ്രസ്സാണ്. ഹായ് പറയണ. ഹായ്. ഇപ്പൊ സായിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി, വീഡിയോയിൽ ഒരു സൗണ്ട് ഇല്ല, പിന്നെ അല്ലെങ്കിൽ കിടന്ന് അലപ്പറയാണ്. ഡീസന്റ് ആണ് എന്റെ കൊച്ചേട്ടാ. താങ്ക്സ് വെട്ടി തന്നായിരുന്നു ചേച്ചി. ഒന്നും തോന്നല്ലേ ചേച്ചി, ഞാൻ വെട്ടിയതിന്റെ അത്രയും വന്നിട്ടില്ല. ഞാൻ സായി മാളവിക്ക് വെട്ടിക്കൊടുത്ത ബാങ്ക്സിന്റെ അത്രയും വന്നില്ലെങ്കിലും കൊള്ളാം, സൂപ്പർ. അതായത് സൂപ്പർ ശരണ്യ ഇറങ്ങിയ സമയത്ത് മമിതയുടെ ബാങ്ക്സ് കൊള്ളാന്നും പറഞ്ഞുകൊണ്ട് അത് മമിത, ഇത് സായി മാളവിക. എന്റെ അടുത്ത് വെട്ടാൻ പറഞ്ഞു, ഞാൻ വെട്ടി കൊടുത്തു. അപ്പൊ അത് ഭയങ്കര വൈറലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ പൊന്നു ഇതെന്തോന്ന് ജാനി, എനിക്കൊരു ഇതില്ല. എന്നിട്ട് ഇപ്പൊ മമിതയുടെ രണ്ടാമത്തെ നെക്സ്റ്റ് പടം ഇറങ്ങി, ഏതാണ് പ്രേമലു. അത് കണ്ടിട്ടാണ് ഇത് വെട്ടിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ കൊള്ളാം ചേച്ചി, സീരിയസ്ലി നല്ല രസമുണ്ട് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ കൊറിയൻ ഫാൻസും കൂടി ആയതുകൊണ്ട്
This is too good. Oh. Sarangyo. സാരൊക്കെ വിളിക്കുന്നു. നമ്മൾ കൈരളി ശ്രീയിൽ എത്തിയിരിക്കുകയാണ്. ഇനി വിത്തിൻ 5 minutes നമ്മുടെ സിനിമ തുടങ്ങാനും മുന്നേ നമുക്ക് അകത്ത് കയറി ഇരിക്കണം. ഒരു സർപ്രൈസ് കാണിച്ചു തരാം. എവിടുന്നാണ്? ഹായ് ജാനി. ചേച്ചി നമുക്ക് നീളയിലാ പോകേണ്ടത്. ആ നീള ഇത് മുകളിലും കണ്ടമാണ്. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ മൂവി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്രൈ റൂമിനെ പറ്റി സത്യം പറഞ്ഞാൽ മറന്നുപോയി. അവിടെ എത്തിയപ്പോൾ മറന്നതല്ല, ഞാൻ നോക്കി. അപ്പോൾ ബാക്കിലായിട്ടൊരു റൂം കണ്ടു, പക്ഷെ അത് എങ്ങനെ അങ്ങോട്ടേക്ക് പോകണം എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഓൾറെഡി മൂവി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാനും ജാനിയും തിയേറ്ററിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ടാണ് കണ്ടത്. അവൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻജോയ് ചെയ്യുന്നതെന്നല്ല പറയാൻ പറ്റില്ല, അവൾ കരയാണ്ടിരുന്നു. അങ്ങനെ ഇൻ്റർവെൽ ആയിരിക്കുകയാണ്. പപ്പു ചേച്ചി, സായിയും ജയശേട്ടനും സുണ്ടനും. ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ 5 പേരല്ല വന്നത്. ആക്ച്വലി ജാനിയും കൂടെ കൂട്ടി 6 പേരാണ്. പക്ഷേ പപ്പു ചേച്ചി, ജയശേട്ടൻ, അവളെയും കൂടെ കൂട്ടി 6. പക്ഷേ ടിക്കറ്റ് എടുത്തത് 5. അതാണ് ഞാൻ 5 എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ 4 പേരും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. സുനിലണ്ണനും സൗമ്യ ചേച്ചിയും പിള്ളേരും, നന്ദൂട്ടനും ദേവൂട്ടനും. അതായത് എൻ്റെ കസിനാണ് സൗമ്യ ചേച്ചി. ചേച്ചി കൂടെ അത് പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അവർക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ ഭാഗ്യത്തിനുണ്ടായിരുന്നു, 4 സീറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ അവരും വന്നു. സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ വന്നത്. 15 അല്ല, ഒരു 10 മിനിറ്റ്. അപ്പം ഇൻ്റർവെല്ലായി. ഇതുവരെയും അടിപൊളി. എനിക്ക് ജാനിയുടെ കാര്യത്തിലായിരുന്നു ടെൻഷൻ, അവൾ എങ്ങനെ റിയാക്ട് ചെയ്തു. പക്ഷേ ഇതുവരെയും കുഴപ്പമില്ല. ഇടയ്ക്ക് പാല് കുടിച്ചു, പിന്നെ ഇടയ്ക്ക് ജയിക്കേണ്ട കയ്യിൽ ഇതുവരെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടിരിക്കുന്നു. ഇത് മാത്രമേ വാങ്ങിച്ചോളൂ. ഇൻ്റർവെല്ല് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനി കരഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ക്രൈ റൂമിലോട്ട് വന്നു. ഇതാണ് ക്രൈ റൂം. ഒരു ബോക്സ് പോലത്തെ കുഞ്ഞു റൂമാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് വലിയ സ്ക്രീനിൽ തന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റും. കുഞ്ഞൊരു സ്പീക്കർ ഉണ്ട്. വലിയ സൗണ്ട് എഫക്റ്റ് ഇല്ലാണ്ട് നോർമൽ സൗണ്ടിങ്ങിലാണ് ഇത് കാണുന്നത്. അപ്പോൾ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു വാവകളുള്ള അമ്മമാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ഞാൻ കരഞ്ഞു. നീ കരഞ്ഞോ? ഞാൻ കരഞ്ഞു. കഠിന ഹൃദയം. കരഞ്ഞോ? ചെറുതായിട്ട് കരഞ്ഞോ? സൗമ്യ ചേച്ചി സത്യം പറഞ്ഞാൽ ജാരി എടുത്തോണ്ട് വെളിയിൽ പോയി ആ ഇമോഷണൽ സീൻസിലൊക്കെ ഞാൻ ചേച്ചി സിനിമ കണ്ടേ ഒരു കുഴപ്പമില്ല. എനിക്ക് ആ അമ്മ ലാസ്റ്റ് വന്നത് തന്നെ അതാണ് എനിക്ക് ശരിക്കും ഫീൽ അടിച്ച് കരഞ്ഞത് കേട്ടോ. മീൻസ് അങ്ങനെ എല്ലാവരും ഫീൽ അവിടെ എവിടെയോ ഞാൻ കരഞ്ഞപ്പോഴാണെന്നറിയോ, മറ്റേ ആ മനി തീർക്കാതില്ല ആ ഒരു ഡയലോഗ് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു സീൻ ഭയങ്കര നമുക്ക് ടെൻഷനായിരുന്നു. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അറിയാലോ ഒറിജിനൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചേച്ചി ഇന്റർവ്യൂ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇന്റർവ്യൂ ഒന്നും കാണില്ല, ട്രെയിലർ ഒന്നും പോയി കാണുന്നത്. പിന്നെ ചേച്ചിക്ക് ഫീൽ അടിക്കും. ഞാൻ ഓൾറെഡി കുറച്ച് ഇന്റർവ്യൂസും കുറച്ച് ആ ട്രെയിലറൊക്കെ കണ്ടായിരുന്നു. ഇവള് ട്രെയിലർ കണ്ടില്ല. ഞാൻ ട്രെയിലർ കണ്ടില്ല, സിനിമ കണ്ടു. അങ്ങനെ നമ്മൾ സംസമിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? ഒന്നുമില്ല. നിനക്കെന്താ അഭിപ്രായം? എനിക്കൊന്നുമില്ല. അയ്യോ ആർക്കും ഒന്നുമില്ല. സർപ്രൈസോ? ആ കുഴിയിൽ പോയി വീടരുത്. എനിക്ക് കിടന്ന് വിളിക്കാൻ വയ്യ സുഭാഷ്. ഇതാണ് സംസം ബോയ്സ്. അത് സായിയുടെ കോമഡി ആയിരുന്നു. ഞാനൊന്ന് എടുത്തു കട. ഐ ഡോണ്ട് നോ. വാ നോക്കാം. ഇടിക്കല്ലേ? എന്താ സായി? പറ സായി. വന്നപ്പോ മുതൽ വീഡിയോയിൽ വരുമ്പോ വീഡിയോ മാറ്റുന്നു. അയ്യോ ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എക്സ്ട്രാ 4 പേരും കൂടെ സർപ്രൈസ് ആയിട്ട് വന്നു. അതെൻ്റെ കസിനാണ് സൗമ്യ. ബുക്ക് ചെയ്തു. ഹായ് പറയൂ എൻ്റെ വ്യൂവേഴ്സിന്. ഹായ്. ഓക്കെ, ഇനി സൗമ്യയുടെ മക്കളെ കാണിച്ചു തരാം. ദേവൂട്ടനും നന്ദൂട്ടനും. ഹായ് ദേവൂട്ട. ഹായ് നന്ദൂട്ട. ഹായ് ഊട്ട.
ഇന്നത്തെ വീഡിയോയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകതയുണ്ട്. ഞാനും സൗമ്യ ചേച്ചി ഞാനും BTS പൊടിയിടുന്നു. പപ്പു ചേച്ചി BTS ആർമിയാണ്. ശരി, BTS എത്ര മെമ്പേഴ്സ് ഉണ്ട്? 7. അവരുടെ ആരാണ്? BTS ലീഡർ ആരാണ്? അടുത്ത ചോദ്യം ചോദിക്കേ. BTS റിലേറ്റ് ചെയ്തിട്ട് BTS ഇപ്പൊ എവിടെ പോയെന്ന് എനിക്ക് മിലിറ്ററി. ഓക്കെ, എല്ലാരും പോയോ? അത് ഇനി ആരെങ്കിലും പോവാനുണ്ടോ? പോകാനുണ്ട്. പക്ഷെ ഞാൻ 2 ആർമീസിനോടും കൂടെ ചോദിക്കുവാണേ. ഇന്ന് മഞ്ഞുമേൽ ബോയ്സ് കണ്ട സമയത്ത് അവിടെ അവര് ഒരു സീനില് ഒരു ഓടുന്ന സീനുണ്ട്. അതിൽ ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? മുണ്ടൊക്കെയാണോ? എനിക്ക് അവിടെ 2 എന്ന് വരുള്ള ദൈവമേ, ഞാൻ ഇപ്പോഴും ഒരു 2 ഇട്ടേക്കും. ചേച്ചിക്കാവ് അതിലൊരു ചെറുക്കനാണോ പെണ്ണാണോ? BTSന്റെ ഹൂഡി യെല്ലോയില് ബ്ലാക്ക് കളറ്. പക്ഷെ എനിക്ക് ഡൗട്ട്, 2013 BTS പുറത്ത് ലോഞ്ച് ചെയ്യുന്നത് അവരുടെ. അപ്പൊ മഞ്ഞുമേൽ ബോയ്സ് എന്നായിരിക്കും പോയത്? ഇത് പഴയ കഥയല്ലേ? അപ്പൊ എങ്ങനെ BTSന്റെ ഹൂഡി വന്നു? ഫേക്കില്ല. അപ്പൊ നമുക്കിത് റിവ്യൂ ചെയ്യൂല്ലോ, നമുക്ക് ഇങ്ങനെ പറയാലോ. അപ്പൊ നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. BTSന്റെ ഹുഡി കണ്ടു. മഞ്ഞുമേൽ ബോയ്സ് എന്നാ പോയെന്ന് അറിഞ്ഞില്ലെങ്കിൽ പറയാം. ഇത് 2013 അവരുടെ ലോഗോ എന്തായാലും ലോഞ്ച് ചെയ്യുന്നതല്ലേ. അത്ര ശ്രദ്ധയാണ് നമുക്ക്. ഫേക്ക് ആർമി കേട്ടോ, ചുമ്മാ കേട്ടോ. ഞാനും അങ്ങനല്ല, പപ്പു ചേച്ചി വഴിയാണ് ഞാൻ ആർമിയിലോട്ട് വരുന്നത്. ഞാൻ വഴിയാണ് സൗമ്യ ചേച്ചി ആർമിയിലോട്ട് വരുന്നത്. എനിക്കിത് റെക്കമെൻഡ് ചെയ്തത് റിയ ആണ്. റിയ എന്നെ കുറച്ചും BTS ആർമിയാണ്. കണ്ടില്ലേ, പർപ്പിൾ ഒക്കെ ഉണ്ട് എന്റെ ഇടയ്ക്ക്. നൂഡിൽസ് ഞാൻ എടുക്കാൻ പോയി ചേച്ചിയുടെ. ഞാനും അവസാനം സൗമ്യ ചേച്ചിക്കൊന്നുമില്ല. ഇനി പറയാനുള്ളത്, അവരവര് ഓർഡർ ചെയ്തത് മാത്രം ഞാനും സൗമ്യ ചേച്ചിയുടെ എടുക്കും. എന്താ ചേച്ചി? എക്സ്പ്രഷൻ സായിക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റുന്നില്ല. കാണിച്ചു വ്ലോഗ് ഇപ്പൊ പറയരുത്. എനിക്കിപ്പൊ അറിയണോ എന്റെ വ്ലോഗ് നിനക്ക് ഇഷ്ടമാണോ അല്ലേ? അപ്പം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. അപ്പോൾ ഒരു അടിപൊളി ഇങ്ങനെ വാ. അപ്പോൾ ഞങ്ങളുടെ വ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ എൻജോയ് ചെയ്യാണ്. വാ ചേട്ടാ, നമ്മളങ്ങനെ ഒരു സിനിമ കണ്ടു, ഫുഡ് കഴിച്ചു. കുറേ നാൾക്ക് ശേഷം അല്ലേ? ഞാൻ കുറേ നാൾക്ക് ശേഷം, ഇവിടെ കുറേ നാൾക്ക് ശേഷം UK വന്നിട്ടുള്ള. എപ്പോഴും UK എന്ന് പറഞ്ഞിട്ട് സമാധാനമില്ല. അതിൽ ജാനിക്ക് ഉറക്കം വരുന്ന അവൾ വേണ്ടേ കരഞ്ഞൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ജാനിയെ കൊണ്ട് നിർത്താം നമുക്ക്. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആദ്യ മുരളി. ഇന്ന് ഞാൻ പുതിയൊരു സ്റ്റൈലായിട്ടാണ് വന്നിരിക്കുന്നത്. സായി മാളവികയുടെ മുടി വെട്ടാൻ പോവുകയാണ്. വേണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ട്രൈ ചെയ്യണം. അതെ, എന്റെ തലയിലാകുമ്പോ പിന്നെ പ്രശ്നമില്ല. ഇവിടെയാണോ വെക്കേണ്ടത്, ഇവിടെയാണോ വെക്കേണ്ടത്? ഇങ്ങനെ എന്തല്ലേ അങ്ങനെ എവിടെ വെച്ച് പോയിക്കണോ? ഇങ്ങനെ വെച്ചിട്ട് ഇത്ര എന്ത് പറയാം. ഒരുപാട് എരിയണ്ട. മെയിൻ വെട്ടണേ വെട്ടാമല്ലോ. കയറിപ്പോയി കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ചേട്ടാ അറിയില്ലടാ.